ഹലോ എടിക്കാ പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് പോയി ഭൂമിയുടെ അടിക്ക് പോവല്ലേ? ഇത് ആന ഇറങ്ങുന്നത്. നിങ്ങൾ അതിന്റെ ഉള്ളിക്കോ പോകാൻ സമ്മതിക്കില്ല. നല്ല കാടുണ്ട്. കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആദിവാസി കോളനി ഉണ്ട്. മനസ്സിലായി എന്തേലും കാട്ടിക്കോ. ഞാൻ പോട്ടെന്നാ. ഒറ്റക്ക് നിൽക്കൂലേ? എന്തേ ധൈര്യമുള്ളവരല്ലേ നിങ്ങള്? ഇറങ്ങാൻ പാടണോ? ഫോറസ്റ്റുകാര് അവരിവിടുത്തെ ആൾക്കാരാണ്. അട്ട ഉണ്ടാവൂട്ടാ. നോക്ക് ഇനി മതി. അരുവിലേക്കുള്ള വഴിയാട്ടാ. വഴിയൊന്നുമല്ല, പക്ഷെ ഞാനൊന്ന് കണ്ടുപിടിച്ചതാണ്. ഇവിടേക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. പക്ഷെ നമ്മൾ അതിലിറങ്ങുമ്പോണ്ടല്ലോ, മറ്റേ നനവില്ലാത്ത പാറയൊന്നും കുഴപ്പമില്ല. പക്ഷെ നനവുള്ള പാറയ്ക്ക് അടിപൊളിയായിട്ട് വഴുക്കലുണ്ടായിരുന്നു. 2 പ്രാവശ്യമൊക്കെ ഞാൻ ഒന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഴാനൊക്കെ പോയി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ബോബി ചേട്ടനും ഇറങ്ങിയിട്ടാ. ഞങ്ങളവിടെ എത്തി സേഫാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ബോബി ചേട്ടൻ ഇറങ്ങി തുടങ്ങി. മൂപ്പര് കുറച്ച് ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, എന്താ അറിയില്ല. ഞങ്ങൾ 2 ലേഡീസ് അല്ലേ, ബോബി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും മൂപ്പര് ഇറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. നോക്ക് സ്ലിപ്പ് ആവട്ടെ രബിത. ഓയ് ഭൂമി പറഞ്ഞത് ശരിയാ. ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്ട ഉണ്ടാവുന്നു. പക്ഷെ ഭൂമിയുടെ കാലിൽ നിന്ന് ഒരു അട്ട കിട്ടിയിട്ടോ, ഒരു ചെറിയൊരു. പക്ഷെ ഞങ്ങൾ കയറിയപ്പോഴാണ് കേട്ടോ അത് കണ്ടേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നല്ല പേടിയായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി കാലൊക്കെ ചൊറിയുന്നുണ്ടോ. പിന്നെ ഫുൾ അട്ട ചിന്തയായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷ. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ കുളിക്കുന്ന കാര്യങ്ങളും പാത്രം കഴുകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞങ്ങളെ എന്തായാലും എൻജോയ് ചെയ്യും. ഞങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് ആ കുട്ടിയോട് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇനിയും വരണം. ഞാൻ ഒരുപാട് താങ്ക്സ് പറയുക. എന്നെ അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തതും ഞാൻ വർക്കിന് വരാൻ ഇടയായത്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലേസൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു ട്രിപ്പായി പോയി. അങ്ങനെ ബോബി ചേട്ടൻ ഒരു തലയോട്ടി കിട്ടിയിട്ടാ. തലയോട്ടിയാണെന്ന് പറഞ്ഞ് ബോബി ചേട്ടൻ പരിചയപ്പെടുത്തുക. സംഭവം ഒന്നുമല്ല, ആമത്തോടാണ്. തലയോട്ടി അത്ര ആമത്തോടാണത്. ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതാണ് കേട്ടോ അട്ട. ബോബിയുടെ കാലിൽ നിന്ന് കിട്ടിയ അട്ടയാണത്. ഞാനത് വീഡിയോ എടുത്തതാണ്. എനിക്ക് തോന്നി നല്ലതാണ് അട്ട കടിക്കുന്നത്. കാരണം നമ്മളെ അശുദ്ധരക്തങ്ങളൊക്കെ അവർ ഊറ്റി കുടിക്കുന്നു. അങ്ങനെ ഈ അട്ട ചികിത്സ വരെ ഉണ്ട് അത്ര. അട്ടേനെ കണ്ടതോടെ ഞങ്ങൾ പേടിച്ചു പോയി. എവിടേക്ക് അട്ട ഉണ്ടെന്ന് അറിയില്ല. ചൊറിയോ അട്ട കടിച്ചാല്? സ്ഥലങ്ങളാ തോന്നുന്നുണ്ട്. വീഡിയോ കൊളാക്കല്ലേ.
ഹലോ ഹലോ. ശരിക്കും ഏട്ടനെ കണ്ടപ്പോൾ പേടിച്ചു കേട്ടോ. എന്താ കേട്ടെ, പേടിയാണ്. ചോര കുടിക്കും, പിന്നെ അതൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് ഷോപ്പിലെത്തണം. ഷോപ്പിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഷോപ്പിലേക്ക് എത്താനുള്ള രീതിയിൽ കസ്റ്റമർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ ചിലവഴിക്കാൻ നിന്നില്ല. എന്നാലും അത്യാവശ്യം നേരം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ ഈ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഓരോ സ്ഥലത്ത് പോയി കാണുന്നതിനും എന്തോരം നാച്ചുറലായിട്ട് എന്തോരം പ്ലേസുകളാണ് നമ്മളെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനിയും അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ തോന്നും നമുക്ക്. അത് എത്ര കണ്ടാലും മതിയാവില്ല. ഇപ്പോൾ ഞങ്ങൾ ഊട്ടിയിലൊരു ട്രിപ്പ് പോയി. പക്ഷെ അതിൽ ഈ ഓരോ ബൊട്ടാണിക്കൽ ഗാർഡൻ അത് ഇത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകണേ. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ ലൊക്കേഷൻ പോയത് ഗാർഡൻ, കർണാട്ടിക് ഗാർഡൻ കാണാനായിരുന്നേ. പക്ഷേ അതിൽ ഞങ്ങൾ വരുന്ന സ്ഥലത്ത് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ലായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുള്ള മരങ്ങൾ ഉള്ള നല്ല പ്ലേസ്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതിൽ അടിപൊളിയായിരുന്നു. അവിടെ നല്ല കോട വന്നിട്ടും ഏറ്റവും ഇഷ്ടമായത് എനിക്ക് അത് നല്ലതായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഈ നിലമ്പൂർ ഒരുപാട് വർക്കിന് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കക്കാടംപൊയിൽ വെള്ളച്ചാട്ടം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് വേറൊരു വർക്കിന് വന്നിട്ട്. അപ്പോൾ ഈ നിലമ്പൂരിലേക്ക് ഇനിയും വർക്ക് കിട്ടിയതിൽ സന്തോഷം. കാരണം ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ആസ്വദിക്കാനും നല്ല മനസ്സ് നല്ല പ്ലസൻ്റ് ആയിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.